അതിനിടയിൽ ശബരിമലയിൽ ദർശനം കിട്ടാതെ മടങ്ങിയ ചില ഭക്തരെ തിരിച്ചു വിളിച്ച് ADGP S. ശ്രീജിത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഭക്തരെ തിരിച്ചു വിളിപ്പിച്ചത്. നിലയ്ക്കൽ നിന്ന് ഇവരെ പ്രത്യേക വാഹനത്തിൽ പമ്പയിൽ എത്തിച്ചു. പമ്പയിൽ നിന്ന് ആംബുലൻസിൽ സന്നിധാനത്ത് എത്തിക്കും. ഭക്തർ മടങ്ങിപ്പോകുന്ന വാർത്ത ജനം TV ഇന്നലെ വിശദമായി തന്നെ നൽകിയിരുന്നു. ശബരിമലയിൽ ഇന്നലത്തെ ദിവസം അഭൂതപൂർവമായിട്ടുള്ള തിരക്കായിരുന്നു. ആ തിരക്കിൽപ്പെട്ട് പമ്പയിൽ നിന്നും നിലയ്ക്കൽ നിന്നുമൊക്കെ തീർത്ഥാടകർ ദർശനം വേണ്ട എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകുന്നു എന്നുള്ള വാർത്ത ജനം TV ഇന്നലെ നൽകിയിരുന്നതാണ്. എന്നോടൊപ്പം ഇപ്പോൾ അവരിൽ ചില തീർത്ഥാടകരാണ്. അതായത് ഇന്നലെ ഇവിടെ എത്തി അവിടുത്തെ തിരക്കിൽപ്പെട്ട് ഇവിടുത്തെ അസൗകര്യങ്ങളിൽ മനം നൊന്ത് ഇനി അയ്യപ്പനെ ദർശിക്കുന്നില്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചിരുന്നവരാണ്. ഈ വാർത്തകളിലൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ ADGP S. ശ്രീജിത്ത് ഇവർക്ക് ദർശനം ഉറപ്പാക്കുമെന്ന് ഉറപ്പ് നൽകി ഇവരെ ഫോണിൽ ബന്ധപ്പെട്ട് അറിയിച്ചു. അതിനുശേഷം ഇവരെ പോലീസിന്റെ തന്നെ പ്രത്യേക സംവിധാനത്തിൽ ഇവിടെ പമ്പയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും ഇവരെ ആംബുലൻസിൽ തന്നെ ശബരിമലയിൽ കൊണ്ടുപോയി ഇവർക്ക് സുഖദർശനം ഉറപ്പാക്കുമെന്നാണ് ADGP ഉറപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ തീർത്ഥാടകരോട് മാളികപ്പുറങ്ങളോടൊക്കെ നമുക്ക് ചോദിക്കാം. സ്വാമി ശരണം, ഇന്നലെ ഈ സമയത്ത് ഇവിടെ വന്നപ്പം നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. അതിലിപ്പം നിങ്ങൾ മനം തൊന്ന് തിരിച്ചു പോകാൻ ഒരുങ്ങിയാണ്. ഇപ്പൊ അയ്യപ്പസ്വാമി തന്നെ തിരിച്ചു വിളിപ്പിച്ചിരിക്കുകയാണ്. അയ്യപ്പസ്വാമി തന്നെ ഞങ്ങളെ തിരിച്ചു വിളിപ്പിച്ചു. സ്ഥലത്ത് കൊണ്ടുപോയി അയ്യപ്പസ്വാമിയുടെ സ്ഥലത്ത് ഈ ഇരുമുടി കൊണ്ടുവന്ന് അടിച്ച് ഈ നെയ്ത്തേങ്ങയൊക്കെ അവിടെ അടിച്ചിട്ട് പോവാൻ നമ്മൾ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുപോയിക്കൂടല്ലോ എന്ന് വിചാരിച്ചെങ്കിലും സങ്കടം സഹിക്കാൻ വയ്യായിരുന്നു. അപ്പോഴാണ് നിങ്ങളെ കണ്ണി കണ്ടതും ഇവർ കണ്ട് അങ്ങനെ വിളിച്ച് കൊണ്ടുവന്നതും സംസാരിച്ചു. അല്ലെ ഇതും കൊണ്ട് നമ്മൾ പന്തളത്ത് പോകാനിരുന്നാണ്. ബസ് കാത്ത് നിൽക്കുമ്പോഴാണ് നിങ്ങളെ കാണുന്നത്. അതുകൊണ്ട് ഇപ്പം വളരെ സന്തോഷം. ഞാൻ വണ്ടി നാട്ടിൽ നിന്ന് നമ്മൾ വന്ന വണ്ടി വിളിച്ചതും ഇവരെ എല്ലാവരെയും വിളിച്ചതും എല്ലാം ഞാനാണ്. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാനല്ലേ വിളിച്ചത്. അപ്പം അവരൊക്കെ ഈ ബുദ്ധിമുട്ട് വന്നല്ലോ എന്നുള്ള വിഷമവും എനിക്കായിരുന്നു. നല്ലപ്പോഴും എൻ്റെ കൊച്ചുമോനെ കൊണ്ട് കന്നിമല ചവിട്ടിക്കാനായിട്ട് സന്തോഷിച്ച് വന്ന് പകുതി വരെ എത്തിയപ്പോഴത്തേക്ക് പോവാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോഴേ പകുതിയെല്ലാം മുക്കാൽ ഭാഗം ചെന്നപ്പോഴത്തേക്ക് പറ്റൂല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വിഷമമുണ്ടായി, സങ്കടം ഉണ്ടായി. അതാ പറഞ്ഞപ്പോ കരഞ്ഞു പോയത്. തിരിച്ചിറങ്ങിയത് ഇന്നലെ മഴയത്താണ് ഞങ്ങൾ കയറിപ്പോയത്. മഴ ഇടയ്ക്ക് നിൽക്കും, പിന്നെ ഞങ്ങളെ തുറന്നു വിടും, പിന്നെ നിൽക്കും, ഞെരുങ്ങി തള്ളി മഴ അത്രയും നനഞ്ഞ് ഒരു 5, 6, 7 മണിക്കൂർ എടുത്താണ് മരക്കൂട്ടം വരെ എത്തിയത് സാറേ. എന്നിട്ട് തിരിച്ച് വരാൻ പറ്റാത്തപ്പോ ഞങ്ങൾ വളരെ സങ്കടപ്പെട്ട് ഇന്ന് എന്റെ മോനും 2 മോളുമാരും അവര് 9 വയസ്സായതുകൊണ്ട് ഈ വർഷം കൂടെ അവർക്ക് മല ചവിട്ടാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവളെ കൊണ്ട് കാണിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അപ്പൊ ഞങ്ങൾ അങ്ങ് തിരിച്ച് ഈ അവിടെ കൊണ്ടുപോയി പന്തളത്ത് കൊണ്ടുപോയി ഇത് സമർപ്പിച്ചിട്ട് ബസ്സിന് കാത്തു നിൽക്കുമ്പോഴാണ് നിങ്ങളെല്ലാം കണ്ടതും ഈ വീണ്ടും ഇതുണ്ടായി. അതിന് ഒരുപാട് സന്തോഷം. അയ്യപ്പനാണ് ഞങ്ങള് ഇതെല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചതും. അയ്യപ്പൻ സത്യമാണ്. അയ്യപ്പൻ ദൈവം ഉണ്ട്, ഒരുപാട് ഉണ്ട്. അത് ഞങ്ങൾക്ക് ഒരുപാട് അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഉള്ള അനുഭവങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് 100 സന്തോഷം. അവിടെ നിന്ന് ഇറങ്ങിയപ്പോ നമ്മൾ പറഞ്ഞു അയ്യപ്പൻ ഇവിടെ ഇല്ലേ ഇരിക്കുമെന്ന്. അതാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മളൊന്ന് കടന്നത്. അത് ഇപ്പൊ നമ്മൾ പറയുന്ന അയ്യപ്പ ഉണ്ട്, ഇവിടെ ഉണ്ട്, നമുക്ക് വിശ്വാസമായി. അയ്യപ്പനെ വേണം എന്നുള്ള രീതിക്കാണ് നമ്മളിത് വേറെ സ്ഥലത്ത് കൊണ്ട് അടിക്കാൻ പോയതാണ്. അപ്പൊ അയ്യപ്പൻ തന്നെ തിരിച്ചു വിളിച്ച് എനിക്ക് കൊണ്ടുവന്ന് എനിക്ക് തന്നെ താന്ന്, അങ്ങനെയല്ലേ നമുക്ക് തിരിച്ചു തരാൻ പറ്റിയത്. അതുകൊണ്ട് എന്തായാലും സുഖമായിട്ട് പോയിട്ട് വരിക, സുഖദർശനം നടക്കുക. നമുക്കൊന്നും സന്തോഷം. എന്തായാലും അയ്യപ്പൻ ഉണ്ട് എന്ന് അവർ ഉറപ്പിച്ച് പറയുകയാണ്. അവർ ഇന്നലെ ഇവിടെ മനപ്രയാസത്തോടു കൂടി ഇവിടുന്ന് ഇറങ്ങിപ്പോയി അവർ അയ്യപ്പൻ തന്നെ തിരിച്ചു വിളിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവർ വിശ്വസിക്കുന്നത്. അതാണ് ശബരിമലയുടെ യഥാർത്ഥ വിശ്വാസം, അല്ലെങ്കിൽ അതാണ് സനാതനധർമ്മം, അതാണ് തത്വമസി എന്ന് തന്നെ പറയാൻ സാധിക്കും. പമ്പയിൽ നിന്നും അജയൻ നായർക്കൊപ്പം ഗോകുൽ രമേശ്, ജനം. യെസ്, അത് തന്നെയാണ്. കാരണം എല്ലാത്തിനും മുകളിൽ എല്ലാത്തിനും സാക്ഷിയായി ഭഗവാൻ അവിടെ ഉണ്ട്. അത് എല്ലാവരും ഓർക്കുന്നത് നന്നായിരിക്കും എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. ജനം TV-യിലൂടെയാണ് ഈ വാർത്ത ഇന്നലെ ലോകമറിഞ്ഞത്. അവരെത്ര വിഷമത്തോടു കൂടിയാണ് പന്തളത്തേക്ക് പോയി അവിടെ നെയ്യഭിഷേകം നടത്തി തിരിച്ചു പോകാനുള്ളൊരു തീരുമാനം എടുത്തു കാണുക. എന്തായാലും ഭഗവാൻ തീരുമാനിച്ചു, അത് നടപ്പിലാക്കി.